നമുക്ക് സെൻസേഴ്സ് ആൻഡ് ട്രാൻസ്ഡ്യൂസേഴ്സ് ബിഗിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡെഫിനിഷൻ ഓഫ് സെൻസേഴ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് സെൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ഡെയിലി ലൈഫിൽ നിങ്ങൾ ഒരുപാട് സെൻസേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം, നിങ്ങളുടെ ഫോണിൽ സെൻസർ ഉണ്ടായിരിക്കും അല്ലേ. അതുപോലെ ചില സ്കൂട്ടറിലും ചില കാറിലൊക്കെ സെൻസർ ഉണ്ടാവും. അപ്പം നിങ്ങൾ കാറിലുള്ള സെൻസർ കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു മതിലിനോട് ചാരിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തോട് ചാരിയോ ആ വണ്ടി പോകുന്ന സമയത്ത് ചെറിയൊരു ബീപ്പ് നോയ്സ് അത് പുറപ്പെടുവിക്കും. എന്താണ്, അടുത്ത് ഒരു വാണിംഗ് നമുക്ക് തരണം, അടുത്ത് വേറെ വണ്ടി ഉണ്ട് എന്നുള്ളൊരു വാണിംഗ് നമുക്ക് തരണമല്ലേ ഈ സെൻസർ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെൻസർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് സൗണ്ട്, ലൈറ്റ്, ടെമ്പറേച്ചർ ഇതുപോലത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് വേറൊരു ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലുള്ള, മോസ്റ്റ് പ്രോബബ്ലി ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് തരികയാണ് എന്ത് ചെയ്യുന്നത്, സെൻസർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒരുപാട് നോക്കാം. അതിന് കുറച്ച് എക്സാമ്പിൾസാണ് കൊടുത്തിട്ടുള്ളത്. മൈക്രോഫോൺസ്, തെർമോമീറ്റർ, ആക്സലറോമീറ്റേഴ്സ്, ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, സ്പീക്കേഴ്സ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു വരുന്ന സമയത്ത് നിങ്ങൾ ഈ എക്സാമ്പിൾസ് ഉണ്ടല്ലോ, മൈക്രോഫോൺസ്, തെർമോമീറ്റർ, ആക്സിലറോമീറ്റർ, ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, ഇതിലൊക്കെ എങ്ങനെയാണ് സെൻസർ ആക്ട് ചെയ്യുന്നതെന്നും ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ്, സെൻസർ പ്രൊഡ്യൂസസ് എ യൂസബിൾ ഔട്ട്പുട്ട് ഇൻ റെസ്പോൺസ് ടു എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി. നമ്മളൊരു കൊടുക്കുന്ന ഒരു സ്പെസിഫൈഡ് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് റെസ്പോൺസ് ഔട്ട്പുട്ടായിട്ട് തരികയാണ് ആര് ചെയ്യുന്നത്, സെൻസർ ചെയ്യുന്നത്. സെൻസിങ് പ്രിൻസിപ്പിളാണ് ഇതിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് സെൻസസ് ഓർ ഡിറ്റക്ട്സ് എ ഫിസിക്കൽ ഫിനോമിനൻ. ഒരു ഫിസിക്കൽ ഫിനോമിനനാണ് സെൻസർ എപ്പോഴും ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് നോക്കാം. ഒരു ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത്, ഒരു ഫോം ഓഫ് എനർജിയിലുള്ള എനർജിയെ മറ്റൊരു ഫോം ഓഫ് എനർജിയിലേക്ക് മാറ്റുക. ഇറ്റ് കൺവേഴ്സ് വൺ ഫോം ടു അനദർ ഫോം. അതാണ് എന്ത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ഡ്യൂസർ? ഒരു ഫോം ഓഫ് എനർജീനെ മറ്റൊരു ഫോം ഓഫ് എനർജിയാക്കി മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സ് ഓഫ് കൺവേർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്, ട്രാൻസ്ഡക്ഷൻ. ഓക്കെ. നോട്ട് ഓൾ സെൻസേഴ്സ് ആർ ട്രാൻസ്ഡ്യൂസേഴ്സ്. എല്ലാ സെൻസേഴ്സും എന്തല്ല, ട്രാൻസ്ഡ്യൂസേഴ്സ് അല്ല. പക്ഷേ എല്ലാ ട്രാൻസ്ഡ്യൂസേഴ്സിലും സെൻസേഴ്സ് ഉണ്ട്. അപ്പം സെൻസിങ് ആണ് ട്രാൻസ്ഡക്ഷൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. നോക്കൂ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഡക്ഷൻ. ഒരു സെൻസറിൽ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എനർജി ഏത് ഫോമിലാണ് കൊടുക്കുന്നത്, ഏത് എനർജിയുടെ ഫോമിലാണ് കൊടുക്കുന്നത് എന്നനുസരിച്ച് 6 തരംതിരിച്ചിട്ടുണ്ട്. മെക്കാനിക്കൽ, തെർമൽ, ഇലക്ട്രിക്കൽ, മാഗ്നറ്റിക്, റേഡിയൻറ്റ് ആൻഡ് കെമിക്കൽ. ഏത് ടൈപ്പ് ഓഫ് എനർജിയാണ് ചില സിഗ്നൽസ്, അതായത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രാൻസാക്ഷൻ പ്രിൻസിപ്പിൾസിൽ ഏത് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണ് റിസീവ് ചെയ്യുന്നതനുസരിച്ച് അതിനെ വീണ്ടും ഗ്രൂപ്പൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നും എന്താണ് എന്ന് പഠിക്കാം. നോക്കൂ, മെക്കാനിക്കൽ ഇൻപുട്ട് സിഗ്നൽ. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെക്കാനിക്കൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ട്രിഗർ ആവുന്ന ഒരു സിഗ്നലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെക്കാനിക്കൽ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് മെക്കാനിക്കൽ ഇൻപുട്ട് സിഗ്നൽസ് വരുന്നത് എന്നതാണ് ആ പോയിൻറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത്. മേ കോസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച്. എങ്ങനെയൊക്കെ ടെമ്പറേച്ചർ മാറാം, ഫ്രിക്ഷൻ എഫക്റ്റ് വെച്ചിട്ട് ടെമ്പറേച്ചർ മാറാം, കൂളിംഗ് എഫക്റ്റ് വെച്ചിട്ട് ടെമ്പറേച്ചർ മാറാം. ഫ്രിക്ഷൻ എഫക്റ്റ് എന്താണ്, 2 പ്രതലങ്ങൾ തമ്മിൽ ഉരസുന്ന സമയത്ത് ഉണ്ടാകുന്ന എഫക്റ്റാണ് ഫ്രിക്ഷൻ എഫക്റ്റ്. ഫ്രിക്ഷൻ സംഭവിക്കുന്നത് എന്താ ഉണ്ടാവുക, ടെമ്പറേച്ചർ കൂടും. ഇനി കൂളിംഗ് എഫക്ട്സ് ആണെങ്കിലോ, അതായത് ടെമ്പറേച്ചർ കുറയുന്നത്, അതെന്താണ്, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലേ. അതുകൊണ്ടാണ് മേ കോസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മേ കോസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ട് ആ എഫക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് പീസോ മാഗ്നറ്റിക് എഫക്റ്റ്. അത് പഠിച്ച് വെക്കുക, ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ. മേ കോസ് ചേഞ്ച് ഇൻ ഇലക്ട്രിസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം കൊണ്ട് അതിന് പറയുന്ന പേരാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ റെസിസ്റ്റീവ്, കപ്പാസിറ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് ചേഞ്ചസ് കാരണം ഇലക്ട്രിസിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ. ഇത് ഫിസിക്സ് ബേസിലുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ കണ്ടൻറ്റ് വരുന്നത്.
സോ ഈ ടേംസൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. റെസിസ്റ്റീവ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ ഉള്ള ചേഞ്ചസ് എന്താണ്? ഇലക്ട്രിസിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടാക്കും. ഇനി മേ കോസ് ചേഞ്ച് ഇൻ റേഡിയൻ്റ് എനർജി, അതിന് എക്സാമ്പിളാണ് ഫോട്ടോ എലാസ്റ്റിസിറ്റി, ഡോപ്ലർ എഫക്റ്റ്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്താണ് കാര്യം എന്ന് പഠിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ആ 6 എണ്ണത്തിൽ നമ്മൾ ഇനി ഫസ്റ്റ് വൺ മെക്കാനിക്കൽ പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് തെർമൽ ഇൻപുട്ട് സിഗ്നൽ എന്താണെന്ന് നോക്കാം. മേ കോസ് ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി. തെർമലി എങ്ങനെയൊക്കെയാണ് ചേഞ്ചസ് വരുന്നതെന്നാണ് പറയുന്നത്. തെർമൽ എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജിയിൽ ചേഞ്ച് ഉണ്ടാവുന്നു. സോ അതുകൊണ്ട് നെക്സ്റ്റ് മേ കോസ് ചേഞ്ച് ഇൻ ഇലക്ട്രിസിറ്റിയിൽ മാറ്റം വരുന്നത്, അതായത് സീബെക്ക് എഫക്റ്റ്, തെർമോ റെസിസ്റ്റൻസ്, ഈ 2 എക്സാമ്പിൾസ് പഠിക്കാം. നെക്സ്റ്റ് മേ കോസ് ചേഞ്ച് ഇൻ റേഡിയൻ്റ് എനർജി, അതിന് എക്സാമ്പിൾ തെർമോ ഒപ്റ്റിക്കൽ എഫക്ട്സ്. നെക്സ്റ്റ് മേ കോസ് ചേഞ്ച് ഇൻ കെമിക്കൽ റിയാക്ഷൻ, അതിന് എക്സാമ്പിൾ തെർമൽ ഡിസൊല്യൂഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. നെക്സ്റ്റ് ആണ് ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നൽ ത്രൂ വരുന്ന ചേഞ്ചസ് നമുക്ക് നോക്കാം. മേ കോസ് ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി. എങ്ങനെ ഇവിടെ മെക്കാനിക്കൽ എനർജിയിൽ ചേഞ്ച് വരുന്നത്? ഇലക്ട്രോ കൈനറ്റിക് എഫക്ട്സ് എന്നുള്ള പ്രോസസ്സാണ് അവിടെ. ഇനി മേ കോസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണെങ്കിൽ പെൽറ്റിയർ എഫക്റ്റ്. മേ കോസ് ചേഞ്ച് ഇൻ ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ചാർജ് കൺട്രോൾഡ് ഡിവൈസസ്. മേ കോസ് ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ബയോട്ട് സവാർഡ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ലോ. ഇനി മേ കോസ് ചേഞ്ച് ഇൻ റേഡിയൻ്റ് എനർജി ആണെങ്കിൽ കെർ എഫക്റ്റ് എന്ന് പറയുന്നു. മേ കോസ് ചേഞ്ച് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അതിന് നമ്മൾ എക്സാമ്പിളായിട്ട് ഇലക്ട്രോലൈസിസ് പറയുന്നു. ഇതിൽ ചില പ്രോസസ്സൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ചതുണ്ടായിരിക്കാം, ചിലത് നിങ്ങൾക്ക് അറിയാത്ത പേരുകളുണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അടുത്തത് നമുക്ക് മാഗ്നറ്റിക് ഇൻപുട്ട് സിഗ്നൽ നോക്കാം. മെക്കാനിക്കൽ എനർജിയിൽ ചേഞ്ച് വരുന്നതാണ് മാഗ്നെറ്റോമീറ്റേഴ്സ്. ടെമ്പറേച്ചറിൽ ചേഞ്ച് വരുന്നതാണ് മാഗ്നോതെർമൽ എഫക്റ്റ്. ഇനി ഇലക്ട്രിസിറ്റിയിൽ ചേഞ്ച് വരുന്നതാണ് ഗാൽവനോ മാഗ്നറ്റിക് എഫക്റ്റ്. റേഡിയൻ്റ് എനർജിയിൽ ചേഞ്ച് വരുന്നതാണ് മാഗ്നെറ്റോ ഒപ്റ്റിക്കൽ എഫക്റ്റ്. ഇനി റേഡിയൻ്റ് ഇൻപുട്ട് സിഗ്നൽ നോക്കാം. മെക്കാനിക്കൽ എനർജിയിലുള്ള ചേഞ്ച് വരുമ്പോഴാണ് റേഡിയേഷൻ പ്രഷർ എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവുന്നത്. ടെമ്പറേച്ചറിലാണെങ്കിൽ ബോളോമീറ്റർ. ആൻഡ് ഇനി ഇലക്ട്രിസിറ്റി ആണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. റേഡിയൻ്റ് എനർജി ആണെങ്കിൽ ഫോട്ടോ റിഫ്രാക്ടിവിറ്റി. കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ ഫോട്ടോസിന്തസിസ്. ഓക്കെ, ഇനി നമുക്ക് കെമിക്കൽ ഇൻപുട്ട് സിഗ്നൽ കൂടി പറഞ്ഞിട്ട് നിർത്താം. ബാക്കി മെഷർമെൻറ്റ്സ് കറസ്പോണ്ടിങ് ടു ഈച്ച് എനർജി എന്നുള്ള ടോപ്പിക്ക് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീൽ ചെയ്യും കേട്ടോ. സോ നോക്കുക, മേ കോസ് ചേഞ്ച് ഇൻ മെക്കാനിക്കൽ എനർജി ആണെങ്കിൽ ഫോട്ടോ അക്വസ്റ്റിക് എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഇനി ടെമ്പറേച്ചറിലാണ് ചേഞ്ച് ഉണ്ടെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റിയിലാണ് ചേഞ്ച് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യോമെട്രി അല്ലെങ്കിൽ കണ്ടക്റ്റിമെട്രി എന്ന് പറയുന്നു. ഇനി മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി ആണെങ്കിൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് എന്നറിയപ്പെടുന്നു. റേഡിയൻ്റ് എനർജിയിലാണ് ചേഞ്ച് വരുന്നതെങ്കിൽ സ്പെക്ട്രോസ്കോപ്പി എന്നറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസ്സിലൊരു ഡിസ്കഷൻ പോലെ, നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി പോലെ ഒരു ഇത് ചെയ്തിട്ട് നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് വരിക, കണ്ടിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ.